Okay, നമ്മൾ അടുത്ത തീരത്തിലേക്ക് പോവുകയാണ്. ലെറ്റ് എസ് ബി എൻ സർഫസ് ഇൻ ആർ, ലെറ്റ് പി ബിലോങ് ടു എസ് ആൻഡ് ലെറ്റ് വി ബി എ വെക്റ്റർ ഫ്രം ദി ടാൻജൻറ്റ് സ്പേസ് അറ്റ് പി. എസ് ഒരു എൻ സർഫസ് ആണ്, പി എസിലെ പോയിൻ്റ് ആണ്. ആ പി എന്നുള്ള പോയിന്റിൽ ടാൻജൻറ്റ് സ്പേസ് നമ്മളൊരു വെക്റ്റർ എടുത്തിരിക്കുന്നത്. ദെൻ ദർ എക്സിസ്റ്റ് ആൻ open interval I containing 0 and geodesic alpha from I to S such that alpha of 0 is equal to P and alpha dot of 0 equal to V, and if beta from I tilde to S any other geodesic in S with beta of 0 equal to P and beta dot of 0 is equal to V, then I tilde is contained in I and B of T is equal to alpha of T for every T belong to I tilde. Okay, ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ഇതിന് മുന്നുള്ള നമ്മൾ യൂണിക്നെസ് തിയറം വെച്ച് നമ്മളത് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഒരു എൻ സർഫസും ആ എൻ സർഫസിലെ എൻ സർഫസിന് ഒരു പോയിന്റ് പി എടുക്കുക. ആ പോയിന്റിലുള്ള ടാൻജൻറ്റ് സ്പേസിന് ഏതൊരു വെക്റ്റർ എടുത്താലും ഈ തീരം പറയുന്നത് എന്താ? ഈ തീരം പറയുന്നത് നമുക്കൊരു ജിയോദസിക് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും ഫ്രം ഐ ടു എസ് സച്ച് ദാറ്റ് ആൽഫ ഓഫ് 0 എന്താണ് നമ്മുടെ പോയിൻ്റ് ആണെന്നും ആ പോയിന്റിൽ വെലോസിറ്റി ആൽഫ ഡോട്ട് ഓഫ് 0 നമുക്ക് എടുത്ത വെക്റ്റർ വി കിട്ടും എന്നാണ് പറയണത്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഒരു ജിയോഡസിക്ക് ഇതേപോലെ പ്രോപ്പർട്ടി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൽഫയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും വലിയ മാക്സിമൽ ജിയോഡസിക് കർവാണ് ആൽഫ. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള കുറേ തീരത്തിൻ്റെ പോലെ തന്നെയാണ് ഈ രണ്ട് കണ്ടീഷൻസും പറയുന്നത്. So the geodesic alpha is called the maximal geodesic in S passing through P with velocity V. Okay, this is understood. Okay, now proof നോക്കൂ. So the n surface ആണ്, so let S is equal to F inverse of C because every n surface is of the form F inverse of C. For some C belong to R and some smooth function from U to R. U and where U is open in Rn plus 1 with del F of V not equal to 0 for every P belong to S. ഇപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞത് എൻ സർഫസ് ആണെന്ന് നമുക്കറിയാം, തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ അത്. സോ എവറി എസ് ഇസ് ഓഫ് ദ ഫോം എഫ് ഇൻവേഴ്സ് ഓഫ് സി വെർ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു ആർ, സ്മൂത്ത് ഫംഗ്ഷൻ ആണ്, ആൻഡ് വെർ ഡെൽ എഫ് ഓഫ് വി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി പി ബിലോങ് ടു എസ്. സിൻസ് ഡെൽ എഫ് ഓഫ് വി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി പി ഇൻ സം ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എസ്, ഇത് പി തന്നെ ഡെൽ എഫ് ഓഫ് പി 0 ആവില്ല. സോ സിൻസ് ഡെൽ എഫ് ഓഫ് പി ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി പി ഇൻ സം ഓപ്പൺ സെറ്റ് containing S, we may assume that del f of p not equal to 0 for every p belong to U. ഓക്കെ, നമുക്കതിനൊരു കൺസിഡറേഷൻ വയ്ക്കാം. നമുക്കത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നോക്കാം. സോ ലെറ്റ് സെറ്റ് നോർമൽ വെക്ടറിന് del f by norm del f എന്ന് കാണാം. ഓക്കെ, so set n is equal to del f by norm del f. Now a parameterized curve alpha from I to S is a geodesic in S if and only if എപ്പോഴാണ് ഒരു parameterized curve geodesic ആവുക? If and only if the acceleration vector is the മൾട്ടിപ്പിൾ ഓഫ് നോർമൽ വെക്റ്റർ. അതായത് ആക്സലറേഷൻ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്റ്റർ ആവണം. പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി വെക്റ്റർ എപ്പോഴും ടാൻജൻറ്റ് സ്പേസിലായിരിക്കും. ടാൻജൻറ്റ് സ്പേസിൽ എപ്പോഴും എന്തുണ്ടാവും? അത് എപ്പോഴും നമ്മുടെ നോർമൽ വെക്റ്ററിനോട്, അതായത് ഡെൽ എഫിൻ്റെ ഡയറക്ഷനോട് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലുള്ള വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ? നമ്മളതിനെ നോർമലൈസ് ചെയ്ത് നമ്മളതിനെ നോർമൽ വെക്റ്ററാക്കി എടുത്തേക്കണേ. സോ ആക്സലറേഷൻ വെക്റ്റർ എന്തായാൽ മതി? നമുക്ക് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആവണം എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? നമ്മുടെ നോർമൽ വെക്ടറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആവണമെന്ന് പറഞ്ഞാൽ മതി. സോ പാരാമെട്രിക് കർവ് ആൽഫ ഫ്രം I to S is a geodesic of S if and only if alpha double dot of T is a multiple of n of alpha of T for every T belong to I. That is alpha double dot of T എന്തായിരിക്കണം? G of T into n of alpha of T ആവണം അല്ലേ? G of T into n of alpha of T ആണ്, where G is a function from I to R. മൾട്ടിപ്പിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Now taking dot product on both sides of equation number 1. So here we have equation number 1. LHSലും RHSലും just multiply with n of alpha of t. So നമ്മൾ n of alpha of t വെച്ച് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. So what will we get? We will get alpha double dot of t dot n of alpha of t is equal to g of t dot n of alpha of t dot n of alpha of t. നമുക്കത് കിട്ടും അല്ലേ? ഓക്കെ, therefore we can say that g of t is equal to alpha double dot of t into n of alpha of t. Okay, നമുക്ക് ഇവിടെ എന്ത് കിട്ടും? therefore we get g of t is equal to, ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് ഒന്നും ക്യാൻസലായി പോകുന്നതൊന്നുമല്ല. നോക്കൂ, ഇത് രണ്ടും n of alpha of t dot n of alpha of t എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് norm of n of alpha of t സ്ക്വയർ. നോം വെക്ടർ ആകുമ്പോൾ യൂണിറ്റ് നോമിലാണ്. n of alpha of t del f by norm del f ആകുമ്പോൾ യൂണിറ്റ് വെക്ടർ ആണല്ലോ. സോ അതിൻ്റെ നോമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 വരിക.
സോ ഇത് 1 ആവും. സോ വി ഗെറ്റ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു LHS. LHS എന്താ? ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഇൻറ്റു എൻ ഓഫ് ആൽഫ ഓഫ് ടി. ഇങ്ങനെയാണത് സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ. This implies what? This implies g, the function g is equal to എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എന്താണെന്ന് പറയാനില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് പറയണേ. ദാറ്റ് ഇംപ്ലൈസ് ജി ഈസ് ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് എൻ ഓഫ് ആൽഫ, and that is termed as equation number 2. This is equation number 2. G is equal to alpha double dot n of alpha. Now we'll just move forward. Now alpha dot n of alpha n of alpha prime is the derivative of alpha dot n of alpha. എന്താ നമുക്ക് നോക്കണം. എന്താണ് ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞാൽ? ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫ ടി എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി വെക്റ്റർ, അതാണ് നമ്മുടെ ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞ വെക്റ്റർ. ഇനി എന്താണ് എൻ ഓഫ് ആൽഫ? എൻ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ നോർമൽ വെക്റ്റർ. സോ ആൽഫ ടി എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി വെക്റ്റർ ഡോട്ട് പ്രോഡക്റ്റ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ നോർമൽ വെക്റ്റർ, അതിൻ്റെ പ്രൈം എന്തായാലും ഇത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ തന്നെ പിന്നെ ഇത് എന്താണ് LHS അവിടെ 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. നമ്മൾ എന്തിനാണ് അവിടെ നമ്മൾ സാധാരണ ഡെറിവേറ്റീവിൻ്റെ റൂള് ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ. സോ ആൽഫ ഡബിൾ ഡോട്ട് എൻ ഓഫ് ആൽഫ ഡോട്ട്, ഇത് ഇവിടെ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ. ആൽഫ ഡബിൾ ഡോട്ട് ഇൻറ്റു എൻ ഓഫ് ആൽഫ പ്ലസ് എൻ ഓഫ് ആൽഫ ഡോട്ട് ആൽഫ ഡോട്ട്. ദിസ് ഇസ് കറക്റ്റ്. നമ്മളിവിടെ നമ്മുടെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ LHS 0 ആണ് നമ്മൾ നേരത്തെ പറയുന്നത്, ബിക്കോസ് ദീസ് ടു ആൽഫ ഡോട്ട് ആൻഡ് എൻ ഓഫ് ആൽഫ ആർ both of them are mutually perpendicular at the point alpha of t. So we'll get 0 is equal to alpha double dot n of alpha plus n of alpha dot alpha dot. Okay, so we നമ്മൾ ഇവിടെ എത്തി. ഇനി അടുത്തത് that is alpha double dot n of alpha is equal to minus of n of alpha dot alpha dot. ഇവിടെ നമ്മൾ we are taking this term to LHS. So we'll get this term. Okay, അത് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. Therefore we get, നമുക്ക് എന്താണ് ജി ഓഫ് ടി? ആൽഫ ഡബിൾ ഡോട്ട് എൻ ഓഫ് ആൽഫ ആയിരുന്നു ഫ്രം ഇക്വേഷൻ 2. ആൻഡ് ഇപ്പോൾ നമുക്ക് ആൽഫ ഡബിൾ ഡോട്ട് എൻ ഓഫ് ആൽഫ എന്നുള്ളത് മൈനസ് എൻ ഓഫ് ആൽഫ ഡോട്ട് ആൽഫ ഡോട്ട് എന്ന് കിട്ടി. സോ ഫ്രം ബൈ കമ്പൈനിങ് ഇക്വേഷൻ 2 ആൻഡ് സ്റ്റാർ, ഫ്രം ഇക്വേഷൻസ് 2 ആൻഡ് സ്റ്റാറും 2ഉം ഇക്വേഷൻ കമ്പയർ ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഓഫ് ആൽഫ dot alpha dot. Now what does equation number 1 says? Equation number 1 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആൽഫ ഡബിൾ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞായിരുന്നല്ലോ, ആക്സലേഷൻ വെക്ടർ എൻ ഓഫ് ആൽഫ ടു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞായിരുന്നു. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജി ഓഫ് ടി. when you substitute for g of t, we get alpha double dot is equal to minus n of alpha dot n of alpha എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എല്ലാ പ്രോഡക്ട്സും വെക്ടേഴ്സും എല്ലാം നമ്മളൊരു സൈഡിൽ കൊണ്ടുപോവാണ്. സോ വിൽ ഗെറ്റ് ആൽഫ ഡബിൾ ഡോട്ട് പ്ലസ് എൻ ഓഫ് ആൽഫ ഡോട്ട് ആൽഫ ഡോട്ട് ബ്രാക്കറ്റിൽ ഇൻറ്റു എൻ ഓഫ് ആൽഫ ഈക്വൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ആൻഡ് വി നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. സോ വാട്ട് ഇസ് ഇക്വേഷൻ നമ്പർ 3? ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞ ഒരു കർവ്, ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓർഡർ 2ലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞാൽ ആൽഫ ഡബിൾ ഡോട്ടുണ്ട് ആൽഫ ഡോട്ടുണ്ട് എല്ലാം അവിടെ ഇൻവോൾവ് ആണ്. ദസ് ആൽഫ ഫ്രം I to S is geodesic if and only if it satisfies the equation number 3 അല്ലേ? ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആൽഫ എന്താവുള്ളൂ? ജിയോഡെസിക് ആവുള്ളൂ. കാരണം ആ ജിയോഡെസിക് ആണെങ്കിൽ എന്തൊക്കെ വേണം, അതിൻ്റെ പെർപെൻഡിക്കുലാരിറ്റി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കണ്ടീഷനിലെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അവസാനം ഇക്വേഷൻ നമ്പർ 3 കിട്ടിയേക്കുന്നത്. സോ വാട്ട് ഇസ് ദിസ്? സോ ഇക്വേഷൻ നമ്പർ 3 ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ആൽഫ അല്ലേ? ആൽഫ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ആൽഫ. സോ ഇഫ് യു റൈറ്റ് ആൽഫ, നമ്മൾ ഇങ്ങനെ എഴുതാൻ വിചാരിക്കും. ഇഫ് യു റൈറ്റ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു x1 ഓഫ് ടി, x2 ഓഫ് ടി, xn പ്ലസ് 1 ഓഫ് ടി, n പ്ലസ് 1 ഡയമെൻഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 വിൽ ബിക്കം എ സിസ്റ്റം ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കാരണം ഇവിടെ ആൽഫ ഡോട്ട് ഓഫ് ടി എന്ത് വരും? dx1 ബൈ dt, dx2 by dt, dx3 by dt, etc. dxn plus 1 dt ആവും. യു ടേക്ക് ഡെറിവേറ്റീവ് വൺസ് അഗൈൻ, സോ വിൽ ബി d square x1 by x1 of t by dt, d square x2 by dt, d square x3 by dt. അങ്ങനെ നമുക്ക് n plus 1 കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എന്തുണ്ട്? നമുക്കിവിടെ നമ്മുടെ n ഓഫ് ആൽഫ ഡോട്ട് എൻ ഓഫ് ആൽഫ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എൻ ഇക്വേഷൻ ഓഫ്
this form, which is equation number 4. Coordinate wise ഇതൊക്കെ നടക്കും. ഇതിപ്പോൾ നമ്മൾ ഡി സ്ക്വയർ x1 ഓഫ് ടി ബൈ ഡി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഒരു n+1 ടപ്പിൾ 0 ആണ്. ഇപ്പോൾ ഓരോ കോർഡിനേറ്റ് 0 എന്ന് പറയുകയാണ് കേട്ടോ. ഓക്കെ, ഫോർ j ഈക്വൽ ടു ഓർ i ഈക്വൽ ടു 1 to n+1 ഓരോ കോർഡിനേറ്റും 0 ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കണ്ടോ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞത് ആൽഫ ഡബിൾ ഡോട്ട് ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ n+1 ടപ്പിൾ കിട്ടുന്നത് ഡി സ്ക്വയർ x1 ബൈ ഡി ടി സ്ക്വയർ ഡി സ്ക്വയർ ഡി സ്ക്വയർ x2 ബൈ ഡി ടി സ്ക്വയർ അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി കിട്ടുന്നത്. അതേ പ്ലസ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 ഉണ്ടല്ലോ, അത് ഈ 0. The 0 you see here, this is actually 0, 0, etc., 0. ഇതൊരു n+1 ടപ്പിളാണ്. അപ്പോൾ അതിൽ ഓരോ ടേമും ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് വാട്ട് യു സി ഹിയർ. സോ ഇങ്ങനെയൊരു ഫോമിൽ കിട്ടും നമുക്കത്. ഓക്കെ, അപ്പോൾ nj for j equal to 1 to n+1 they are the components of n. നമ്മൾ നേരത്തെ കമ്പോണൻറ്റ് വൈസ് ആണ് കാര്യങ്ങൾ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, നോ ബൈ ദ ഇപ്പം ഇങ്ങനെ ഇതൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, n+1 ഇക്വേഷൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇൻ n+1 വേരിയബിൾസ്. So by the existence theorem for the solution of such equations, existence of solution and existenceും യൂണീക്ക്നെസ് ഒക്കെ അങ്ങനെയുള്ള ഒരു തിയറം നമുക്കുണ്ടെന്ന് മുന്നേ അറിയാം. ആ തിയറം അനുസരിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഉറപ്പായിട്ട് ഒരു ഇൻ്റർവൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, യൂണീക് സൊല്യൂഷൻ ഉണ്ടാവും. That means that we have an interval I1 about 0 and a solution beta 1 from I1 to U of this differential equation that satisfies the initial condition beta 1 of 0 equal to P and beta 1 dot is equal to beta 1 dot of 0 at the point 0 is equal to V vector. Okay, now this solution is unique in the sense that if beta 2 is any other solution from I2 to U satisfying these two conditions, that the point 0 PU അതുപോലെ തന്നെ 0 എന്നുള്ള പോയിന്റിൽ നമ്മൾ വെലോസിറ്റി വെക്ടർ വി വെക്ടർ ആവുന്ന രീതിയാണെങ്കിൽ രണ്ടും കൂടെ എന്തായിരിക്കും, ഒന്നിൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒന്നിൻ്റെ ഭാഗമാവും അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെ ഭാഗമായിരിക്കാം മിക്കവാറും. കാരണം ആദ്യത്തെ നമ്മൾ ഏറ്റവും വലുതെന്ന് പറയുവാണെങ്കിൽ ഏറ്റവും മാക്സിമലാണ് ബീറ്റ 1 എങ്കിൽ ബീറ്റ 2 അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്ന് മാത്രം. അല്ലാത്തൊരു കേസ് വരാം. കേസ് ഇങ്ങനെ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ആൽഫ 1 വിചാരിക്കൂ, ഈ പോയിന്റിലൂടെയാണ് ഇതാണ് നമ്മുടെ പി എന്നുള്ള പോയിന്റ്. സോ ഇതാണ് നമ്മളിപ്പോൾ ആൽഫ 1 അല്ല നമ്മുടെ ബീറ്റ 1 എന്ന് പറഞ്ഞ കർവ്. ഇനിയിപ്പോൾ ഇതേ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വേറെ ബീറ്റ 2 വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരാം. അപ്പോഴും ഇവർ പറയണു ഈ കോമൺ ഭാഗമാണല്ലോ രണ്ടിലും കോമൺ ആയിട്ട് നിന്നിരുന്നത്. നമ്മൾ ബീറ്റ 1 ഇങ്ങനെ പറഞ്ഞു, ബീറ്റ 2 ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വന്നു. ഓക്കെ, സോ ബീറ്റ 2 നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇവിടെ നിന്ന് ലെഫ്റ്റിക്ക്, ബീറ്റ 1 ഇവിടെ നിന്ന് റൈറ്റിക്ക്. സോ കോമൺ ആയിട്ട് നമുക്ക് ഈ കാണുന്ന ഇത്രയും ഭാഗത്താണ് കോമൺ പോർഷൻ വരുന്നത്. കോമൺ പോർഷൻ വാല്യൂ സെയിം ആയിരിക്കും. സോ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫ കിട്ടും. അതാണ് എൻ്റെ ഐഡിയ. ഓക്കെ, സോ ഇങ്ങനെ പറഞ്ഞാൽ ഉണ്ടെന്ന് വിചാരിക്കുക, ബീറ്റ 2 കൊണ്ട് വിചാരിക്കുക. സോ ബീറ്റ 1ഉം ബീറ്റ 2ഉം അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഇൻ്റർവൽ I1 ഇൻ്റർസെക്ഷൻ I2 അത് കോമൺ ആയിരിക്കും. ഇറ്റ് ഫോളോസ് ദാറ്റ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ, നമ്മൾ ഇനി അതിൻ്റെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ നമുക്കൊരു മാക്സിമൽ ജിയോഡസ് കിട്ടുന്ന പറയുന്നത്. സോ ഇറ്റ് ഫോളോസ് ദാറ്റ് ദർ ഇസ് എ മാക്സിമൽ ഓപ്പൺ ഇൻ്റർവൽ I and a unique solution alpha from I to U of the system satisfying alpha of 0 equal to P and alpha dot of 0 equal to V vector. So where I is the union of all the domains of solutions of the system. Furthermore, beta from I tilde to U is any solution of system 4 with beta of 0 equal to P and beta dot of 0 equal to V, then I tilde will be contained in I. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ മാക്സിമൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലുത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും ബീറ്റ വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ആൽഫ, ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് ആൽഫ. ദാറ്റ് മീൻസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആൽഫയുടെ ഡൊമൈൻ്റെ ഒരു ഭാഗത്തായിരിക്കും ബീറ്റ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദർഫോർ I tilde will be contained in I. Now to see that alpha is a curve in S, now for every solution alpha from I to U or the system 4 alpha dot n of alpha 0 ആണ്. ഓക്കെ, ദർഫോർ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫോമിൽ അത് എഴുതി. Therefore alpha dot n of alpha is a constant along alpha. കാരണം ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് അറ്റ് ദ പോയിൻറ്റ് 0 എന്താണത്, ആൽഫ ഡോട്ട് ഓഫ് 0 ഇൻറ്റു എൻ എഫ് ആൽഫ ഓഫ് 0. സോ ആൽഫ ഡോട്ട് ഓഫ് 0 എന്താണ്, വി ആണെന്ന് നമുക്കറിയാം. എൻ എഫ് ആൽഫ ഓഫ് 0 എന്താണ്, ആ പോയിൻറ്റ് പി നോർമലാണെന്ന് നമുക്കറിയാം, അതോടെ 0 ആണ്. എന്ന് പറഞ്ഞാൽ ആൽഫ ഡോട്ട് എൻ എഫ് ആൽഫ അവിടെ നമുക്ക് എന്താണ് 0 ആണെന്ന് മനസ്സിലായി. സിൻസ് ബി എന്നുള്ള വെക്ടർ ഇവിടെ എന്താ എസ് പി ടാൻജൻ സ്പേസ് എടുത്ത വെക്ടറാണ്. എൻ പി എന്ന് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ വി എസ് പി എന്നാണെങ്കിൽ അതിൻ്റെ നമ്മുടെ എൻ പി എന്ത് വെക്ടർ ആയിരിക്കണം, എൻ പി ഷുഡ് ബി
പെർപെൻഡിക്കുലർ വെക്ടർ ആയിരിക്കണം. ഓക്കെ, st പർപ്പിൾ വെക്ടറാണ്. സോ എഫ് ഓഫ് ആൽഫ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു ആൽഫ ഡാഷ് ഓഫ് ടി. ദാറ്റ് ഇസ് നമ്മൾ നോർമലൈസിങ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നോം ഓഫ് ഡെൽ ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു എൻ ഓഫ് ആൽഫ ഓഫ് ടി. നമുക്ക് എൻ ഓഫ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ് എന്നുണ്ട്. അവിടെ നമുക്ക് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ആൽഫ ഇൻറ്റു നോം ഡെൽ എഫ് എന്ന് എഴുതാൻ പറ്റും. അതാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ എൻ ടു ആൽഫ ഡോട്ട് ഓഫ് ടി. ദഫോ അത് നമുക്ക് എന്ത് കിട്ടും? എൻ ഓഫ് ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ട് ഓഫ് ടി 0 ആയത് കാരണം എഫ് ഓഫ് ആൽഫയുടെ കോൺസ്റ്റൻ്റ് ആയി. സോ എഫ് ഓഫ് ആൽഫ ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഓഫ് 0. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു സി ആണ്. ദഫോ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു സി. ദഫോ ദ കർവ് ലൈസ് ഓൺ എസ്. ദഫോ ഇമേജ് ഓഫ് ആൽഫ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് സി. എഫ് ഇൻവേഴ്സ് സിയിലെ ഇമേജ് ഓഫ് ആൽഫ എടുക്കുക. എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്താ? നമ്മുടെ കർവ് എസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങളുടെ പ്രോബ്ലംസ് ആണ്. സോ ജസ്റ്റ് ഗോ ത്രൂ ദീസ് പ്രോബ്ലംസ്. ഓക്കെ, പ്രോബ്ലം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ആർത്തിയിലൊക്കെ ആണെങ്കിൽ മൂന്നാമത്തെ കോർഡിനേറ്റ് ഇടാൻ മറക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. So with this theorem, I think that chapter is over. Anyway, thank you.